ഡയറക്ടർ വൈശാഖിന്റെ പുതിയ വെഞ്ചറായ ഖലീഫ, പൃഥ്വിരാജ് സുകുമാരൻ, ഷമ്മി തിലകൻ, നീൽ നിതിൻ മുകേഷ്, സുരേഷ് ഓബ്രോയ്, പിന്നെ ഇന്ദ്രൻസ്, ഒരുവിധം അത്യാവശ്യം കഥാപാത്രങ്ങളൊക്കെ ഉള്ള ഒരു പടമാണ് ഖലീഫ. ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് ആൻഡ് ഔട്ട് മാസ്. ഇടി, ചേസ്, സ്ലോ മോഷൻ, സ്റ്റൈല്, പിന്നെ അടിപൊളി വണ്ടികൾ, റോൾസ് റോയ്സ്, ബെന്റ്ലി, മൈബാഹ്, പോഷെ, അങ്ങനത്തെ വണ്ടികൾ, പിന്നെ കണ്ട് തയമ്പിച്ചിരിക്കുന്ന കഥയും. അതല്ലാതെ വേറൊന്നും ഈ പടത്തിനകത്തില്ല. ഇതെന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. 2.5 മണിക്കൂർ പടം എന്നുള്ളത് 3 മണിക്കൂറിന് മേലിലാണ് സംഭവം ഫീൽ ആയിട്ടുള്ളത്. ഐ മീൻ പൃഥ്വിരാജിന്റെ നടത്തവും ഇടിയും എല്ലാ സാധനവും സ്ലോ മോഷൻ. ഇടി എന്ന് പറഞ്ഞാൽ എഞ്ചാതി ഇടി, ഇടിച്ചിട്ട് വീഴുന്ന് തീരുന്നുമില്ല, ഇടികൊണ്ടവൻ എണീറ്റ് വരുന്നു, അടികൊള്ളുന്നു, വീണ്ടും വീഴുന്നു, വീണ്ടും എണീറ്റ് വരുന്നു. ഈ ഇടി കുറച്ചിരുന്നെങ്കിൽ ചിലപ്പം പടം നന്നായി പോട്ടായിരുന്നു. ഐ മീൻ അത്യാവശ്യം പെട്ടെന്ന് പടം തീർന്ന് കിട്ടുകയും ചെയ്യും, ഒരു ഫ്ലോയിൽ അങ്ങ് പോവായിരുന്നു. നീൽ നിതിൻ മുകേഷ് അത്യാവശ്യം നല്ലൊരു ആക്ടറാണ്. അവൻ എന്തിനാണ് ഈ പടത്തിനകത്ത് എന്നുള്ളതും യാതൊരു ഐഡിയ. പിന്നെ പുതിയൊരു ആക്ട്രസ് ഉണ്ട്, ഫോർ വാട്ട് നോ ഐഡിയ. ഒരു ഡയലോഗ് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള വളരെ സംശയമാണ്. പിന്നെ ഭയങ്കര ലൗഡ് BGM. എല്ലാം കൊണ്ടും ഒരു എന്തെന്നോ എണീറ്റ് വന്നൊരു ഫീലാണ് എനിക്ക് കിട്ടിയത്. പക്ഷെ പടത്തിന്റെ അവസാനത്തെ ഒരു 10 മിനിറ്റ് കിടിലൻ സംഭവം, അടിപൊളി. ഐ ലൈക്ക് ഇറ്റ്, എൻജോയ്ഡ് ഇറ്റ്. അതായത് ഈ 2.5 മണിക്കൂറിന്റെ പടം 10 മിനിറ്റ് ശരിക്കും എൻജോയ് ചെയ്യാനുള്ള സാധനം ഇട്ടത് കൊണ്ട് കുറച്ചെങ്കിൽ നല്ല പറയാനുണ്ട് എന്നേ പറയാനുള്ളൂ. അപ്പോൾ പൃഥ്വിരാജ് ഫാൻസ്, ആക്ഷൻ, ഞാൻ നന്നായിട്ട് ആക്ഷൻ എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇതൊക്കെ വെറുത്തുപോയി. അപ്പോൾ ഈ ആക്ഷനൊക്കെ കാണാൻ താല്പര്യമുള്ള പൃഥ്വിരാജിന്റെ ഫാൻസ് ആയ ആൾക്കാരൊക്കെ എന്തായാലും തിയേറ്ററിൽ പോയിട്ട് കാണേണ്ട ഒരു പടമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ OTT വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു പടം മാത്രമാണ് ഖലീഫ.